വിശദമായ വാർത്തകളിലേക്ക് പോവുകയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അന്തർദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ആ വാർത്തയിലേക്ക് തന്നെ നമ്മൾ ആദ്യം പോവുകയാണ്. വെനസ്വേലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനം എന്ന റിപ്പോർട്ടാണ് വരുന്നത്. അമേരിക്കയാണ് പിന്നിലെന്ന് വെനസ്വേല ആരോപിച്ചു. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വെനസ്വേലയിൽ ഭരണമാറ്റത്തിന് കരുക്കൾ നീങ്ങുകയാണ് എന്ന ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ബി കെ സുഹേൽ ചേരുകയാണ്. ബി കെ സുഹേൽ, മാസങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ അടക്കം കരീബിയൻ തീരങ്ങളിൽ നിലയുറപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് തന്നെ വലിയ തരത്തിലുള്ള മുന്നറിയിപ്പ് ട്രംപ് ഈ വെനസ്വേലിയൻ ഭരണകൂടം മദോറ സർക്കാരിന് നൽകിയിരുന്നു. ഇപ്പോൾ ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? ഈ മദോറ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണോ അമേരിക്ക നടത്തുന്നത്? വെനസ്വേലൻ തലസ്ഥാനമായ കരക്കസിൽ 7 ഇടങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണ് എന്ന് മദുറോ സർക്കാർ പറയുകയും അതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം, ലോകം മുഴുവൻ അതിനെതിരെ ഒന്നിക്കണം എന്ന ആഹ്വാനം ഉണ്ടാവുകയും ചെയ്യുന്നു. നമുക്കറിയാം, കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ തന്നെ ഇത്തരമൊരു ആക്രമണത്തെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. CIA മദുറോ സർക്കാരിനെ അട്ടിമറിക്കാൻ നിയോഗിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള പ്രസ്താവനകൾ ഡൊണാൾഡ് ട്രംപ് നടത്തുകയും ചെയ്തു. ഇവിടെ നിന്നുള്ള മാഫിയ സംഘങ്ങൾ, പ്രത്യേകിച്ചും ഡ്രഗ് മാഫിയയെ നിയന്ത്രിക്കാൻ, അത് അമേരിക്കയിലേക്ക് എത്തുന്നത് തടയാൻ എന്ന പേരിലാണ് ട്രംപ് സർക്കാർ ഇത്തരമൊരു നടപടികൾ സ്വീകരിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിലുള്ള കാരണം അതല്ല എന്ന് എല്ലാവർക്കും വ്യക്തമാണ്. നേരത്തെ തന്നെ വെനസ്വേല എന്ന് പറയുന്നത് അമേരിക്കയുടെ കണ്ണിലെ കരടായ രാജ്യമാണ്. ഹ്യൂഗോ ഷാവേസ് മുതൽ അവിടെ നിന്നിങ്ങോട്ട് നമ്മൾ തുടർന്ന് കാണുന്നതാണ്. ഇപ്പോൾ നിക്കോളാസ് മദുറോ സർക്കാരിനെ അട്ടിമറിക്കുക, അവിടെയുള്ള എണ്ണ സമ്പത്ത് ഊറ്റിയെടുക്കുക എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ കരുതുന്നത്. ഒന്നുകിൽ മദുറോ സർക്കാർ തങ്ങളുടെ ചെൽപ്പിടിക്ക് കീഴിൽ നിൽക്കണം, അല്ല എങ്കിൽ അവിടെ മറ്റൊരു സർക്കാരിന് സ്ഥാപിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും കഴിഞ്ഞ നൊബേൽ സമ്മാനം നേടിയ മച്ചാഡോ അടക്കമുള്ള നേതാക്കളെ അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നിരവധി ശ്രമങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ നടന്നിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. ഇപ്പോൾ വെനസ്വേല ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ 7 ഇടങ്ങളിൽ സ്ഫോടനം നടത്തുകയും അത് നടത്തിയത് അമേരിക്കയുമാണ് എന്ന് വരികയാണെങ്കിൽ വലിയ ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മദുറോ സർക്കാർ പറയുന്നുണ്ട്, ഈ രാജ്യത്തിനെതിരെ ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കും എന്നുള്ള ഒരു പ്രസ്താവന നിക്കോളാസ് മദുറോ നടത്തുന്നു. ഒരു കോളനിയാക്കി, അമേരിക്കയുടെ ഒരു കോളനിയായി വെനസ്വേലയെ മാറ്റാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. വിപ്ലവ വീര്യമുള്ള ഒരു രാജ്യമാണ് വെനസ്വേല എന്ന് നമുക്കറിയാം. പക്ഷേ ആയുധശേഷികൾ നോക്കുകയാണെങ്കിലും രാജ്യത്ത് സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ വളരെ ദുർബലമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി അമേരിക്കയുടെ വലിയ ഉപരോധത്തിലാണ് ഈ രാജ്യം നിൽക്കുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള രാജ്യമാണ് വെനസ്വേല എന്ന് കൂടി ഇതിനോട് ചേർത്ത് വെക്കുക. പക്ഷേ ആ എണ്ണ സമ്പത്തിൻ്റെ ചെറിയൊരു ശതമാനം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഉപരോധം അവിടെ മാറ്റിമറിച്ചിട്ടുണ്ട്. ആ എണ്ണ സമ്പത്തിനെ ഊറ്റിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഈ ഒരു ആക്രമണം ഉതിരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. 2025 8 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പുതിയൊരു യുദ്ധം തുടങ്ങുന്നത്. ഞാനായിട്ടൊരു യുദ്ധവും തുടങ്ങില്ല എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ ട്രംപ് പുതിയൊരു യുദ്ധമുഖം തുറക്കുകയാണോ എന്നാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. യുദ്ധങ്ങൾ കൊണ്ട് വലിയ ദുരന്തം അനുഭവിക്കുന്ന ഈ ലോകം, പ്രത്യേകിച്ചും എണ്ണവിലയുടെ കാര്യത്തിലായിരുന്നാലും അതേപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിലായിരുന്നാലും, ഒരു ഭാഗത്ത് യുക്രൈൻ യുദ്ധവും മറുഭാഗത്ത് ഗസ വംശഹത്യയും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് വീണ്ടും ഒരു യുദ്ധമുഖം തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനം ഇക്കാര്യത്തിൽ അമേരിക്ക എന്ത് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ, വാർത്താ ഏജൻസികളെല്ലാം തന്നെ വൈറ്റ് ഹൗസിന്റെ വാതിൽ മുട്ടുന്നു. എന്താണ് ഇക്കാര്യത്തിലുള്ള പ്രതികരണം എന്ന് ആരായുന്നു. പക്ഷേ ഇതുവരെ പ്രതികരിക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെ അമേരിക്കയാണ് ഇതിന് പിന്നിലെന്ന് പറയാനോ അല്ല എന്ന് നിഷേധിക്കാനോ അമേരിക്ക തയ്യാറായിട്ടില്ല. വൈറ്റ് ഹൗസിന്റെ പ്രതികരണമാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്.